വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് ദൂരെയുള്ള ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് നോക്കുക. മൂവ് ആകാത്ത ഒരു പോയിന്റ് വേണം. ഇപ്പൊ ദൂരെയുള്ള വലിയൊരു മലയോ അല്ലെന്നുണ്ടെങ്കിൽ വളരെ വലിയ ഡിസ്റ്റൻസിലുള്ള ഒരു പോസ്റ്റോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് മൂവ് ആകാതെ ഒരിടത്ത് തന്നെ നിൽക്കുന്നത് കാണാം. വളരെ അടുത്തുള്ള സാധനമാണ് പെട്ടെന്ന് മൂവ് ചെയ്ത് അങ്ങ് പോകുന്നത്. ബ്രെയിനിന് പ്രോസസ് ചെയ്യാൻ ഒരു ടൈം കിട്ടുന്നില്ല. നോക്കിക്കൊണ്ട് നമ്മൾ തന്നെ മനസ്സിൽ പതുക്കെ പറയുക, നമ്മൾ മൂവ് ചെയ്യുന്നില്ല എന്നാൽ വാഹനം മൂവ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഏകദേശം ഒരു 21 സെക്കൻഡ്സ് ഇതേ പോയിന്റിൽ തന്നെ നോക്കിയിട്ട് ഇതേ കാര്യം റിപ്പീറ്റ് ചെയ്യുക. നമ്മൾ മൂവിങ് അല്ല, പക്ഷെ കാർ മൂവിങ് ആണ് എന്നുള്ള ഒരു മെസ്സേജ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പതുക്കെ ആ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ആകാനായിട്ട് തുടങ്ങും. അടുത്ത ഒരു സെക്കൻഡ് നമ്മൾ സൈഡിലോട്ടൊന്ന് നോക്കുക. പുറകോട്ട് മരങ്ങളും കടകളും ഒക്കെ പോകുന്നത് കാണാനായിട്ട് പറ്റും. അതേ സമയം തന്നെ സെയിം മെസ്സേജ് റിപ്പീറ്റ് ചെയ്യുക, ഞാൻ മൂവിങ് അല്ല പക്ഷെ വെഹിക്കിൾ മൂവിങ് ആണെന്നുള്ളത്. ഒരു സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും തിരിച്ച് നമ്മൾ പഴയ പോയിന്റിലേക്ക്, ദൂരെയുള്ള പോയിന്റിലേക്ക് തന്നെ നോക്കുക. അപ്പം ബ്രെയിൻ അഡ്ജസ്റ്റ് ആയിക്കോളും പെട്ടെന്ന്. കാരണം സൈഡിലോട്ട് പോകുമ്പോൾ ഇത് മൂവ് ചെയ്യുന്ന കാണിച്ചെന്നുണ്ടെങ്കിലും വീണ്ടും സ്ട്രൈറ്റ് നോക്കുവാണ്. സ്ട്രൈറ്റ് നോക്കുമ്പോൾ ദൂരെയുള്ള പോയിന്റ് മൂവ് ചെയ്യുന്നില്ല. അപ്പൊ കണ്ണും ചെവിയുമായിട്ടുള്ള കൺഫ്യൂഷൻ, ആ ക്ലാഷ് അവിടെ അവസാനിക്കുവാണ്. അത് റിപ്പീറ്റ് ചെയ്യുക. നമ്മൾ ആദ്യം ഒരു സെക്കൻഡ് നോക്കുന്നു, പിന്നെ അടുത്ത തവണ നമ്മൾ 21 സെക്കൻഡ് മറ്റേ പോയിന്റിൽ നോക്കിയിട്ട് വീണ്ടും തിരിച്ച് സൈഡിലോട്ട് നോക്കുമ്പോൾ 2 സെക്കൻഡ് നോക്കിയിട്ട് ഇതേ മെസ്സേജ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. അടുത്ത തവണ നമ്മൾ 21 സെക്കൻഡ് സ്ട്രെയിറ്റ് നോക്കുന്നു, അതിനുശേഷം സൈഡിലേക്ക് നോക്കുമ്പോൾ നമ്മൾ 3 സെക്കൻഡ് അങ്ങോട്ട് നോക്കിയിട്ട് ഇതേ മെസ്സേജ് റിപ്പീറ്റ് ചെയ്യുക. അടുത്തത് 4 ആക്കുക, 5 ആക്കുക, 6 ആക്കുക, അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വന്ന് ഇതും 21 സെക്കൻഡ് ആക്കണം. അപ്പൊ ഏകദേശം നമ്മുടെ ബ്രെയിൻ ഇതുമായിട്ട് അഡ്ജസ്റ്റ് ആകും. ആ കണ്ണിന്റെയും ചെവിയുടെയും മെസ്സേജുകൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് അവിടെ അവസാനിക്കുവാണ്. അത് മാത്രമല്ല, നമ്മൾ ഇത്രയും വട്ടം റിപ്പീറ്റ് ചെയ്ത് പറയുന്നതുകൊണ്ട് ഇത് സബ് കോൺഷ്യസ്ലി ഫീഡ് ആകുകയും ചെയ്യും. 21 സെക്കൻഡിന്റെ ഒരു പാറ്റേൺ എത്ര വട്ടം റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളത് ഓരോ വ്യക്തിയെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾ തന്നെ തീരുമാനിക്കുക. എപ്പോഴാണോ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരുന്നത്, ഇനി വോമിറ്റിംഗ് ഒന്നും ഉണ്ടാകത്തില്ല എന്നുള്ള ഒരു ഫീൽ ഉണ്ടാവുന്നത്, അതുവരെ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും. ഓക്കെ ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ യാത്ര എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. സൈഡിലോട്ടൊക്കെ നോക്കിയിട്ട് കാണുന്ന കടകള്, മരങ്ങള്, വ്യക്തികള്, ഇതിനെയൊക്കെ പതുക്കെ അനലൈസ് ചെയ്യാനും കമ്പയർ ചെയ്യാനും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ അറിയാതെ പതുക്കെ വേറെ ഒരു സ്റ്റേജിലോട്ട് വരും. നിങ്ങൾക്ക് പിന്നെ എൻജോയ് ചെയ്യാൻ പറ്റും. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. വീഡിയോ കണ്ടവര് മോഷൻ സിക്നസ് ഉള്ള നിങ്ങളുടെ ഫ്രണ്ടിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത തവണ ടൂർ പോകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, അയാളെ കൂടെ കൂട്ടാം.